പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നത്തെ വീഡിയോ മതിലകം ബൈപ്പാസ് ആയിരുന്നു. അതിൽ ഏകദേശം 2 കിലോമീറ്റർ വരുന്ന മേൽപ്പാലമുണ്ട്, വൈഡറ്റ് പാലം. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. ഏകദേശം 90% വർക്കും കഴിഞ്ഞൊരു വൈഡറ്റ് പാലമായിരുന്നു. അങ്ങനെ ആ വൈഡറ്റ് പാലം കണ്ടിട്ട് നേരെ ഇറങ്ങിയ സർവീസ് റോട്ടിലേക്ക് കേട്ടാം. അവിടെ കുറച്ച് ഭാഗങ്ങളും വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മേലെ കൂടെ ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റും, നേരെ കൊടുങ്ങല്ലൂർക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സർവീസ് റോട്ടിൽ കൂടെയാണ് കൊടുങ്ങല്ലൂർ വരെയുള്ള യാത്ര. അപ്പം അത് ഒന്നെല്ലാവരും കണ്ടു നോക്കി നോക്കുക. എവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിരുന്നൊക്കെ കാണിച്ചു തരട്ടെ. കൊടുങ്ങല്ലൂർ വരെ ഉണ്ടാവും. കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോസിൽ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ള കാഴ്ച ഒന്ന് കൊടുങ്ങല്ലൂർ വരെ. ഇവിടുത്തെ സർവീസ് റോഡൊക്കെ ചെറിയ റോഡാട്ടോ. ചില സ്ഥലത്ത് കുറച്ച് വലുപ്പമുള്ള സർവീസ് റോഡും ചില സ്ഥലത്ത് കുറവും ഉണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ 2 വണ്ടിക്ക് സുഖമായി പോവാം. ഈ സർവീസ് റോട്ടിലൂടെ പോകുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈഡറ്റിൻ്റെ മേലെ നിന്നാലും പുഴ കാണാം. ഇവിടെ ചില സ്ഥലത്തൊക്കെ പുഴ കാണാനുണ്ട്. ഇതിൻ്റെ തൊട്ട ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പുഴ ഒഴുകുന്നത്. ഇവിടെ കണ്ടില്ലേ, മണ്ണുള്ള സ്ഥലത്തൊക്കെ നല്ല മണ്ണ് വേണം. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ബൈപ്പാസിലും അതുപോലെ തന്നെ ഈ അണ്ടർപാസ് വരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ മണ്ണ് വേണ്ടത്. അവിടുത്തെ വർക്കാണ് ഏറ്റവും ഡിലേ വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇനി മണ്ണിടാണ്ട്, എവിടെ മേൽപ്പാലം ഉണ്ടോ അവിടെയൊക്കെ മണ്ണിടാണ്ട്. അപൂർവം വിരലിലെണ്ണാവുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 30 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഏകദേശം കണക്കാണ്. ചിലപ്പം കൂടാം, ചിലപ്പം കുറവ് ഉണ്ടാവാം. അണ്ടർപാസ് അത്രയധികം വരുന്നുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഓരോ അണ്ടർപാസ് ഉണ്ടാകും. ചിലത് 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ വരുന്നിടത്തുണ്ട് കേട്ടോ ചില സ്ഥലത്തൊക്കെ. ഇപ്പോൾ കൃത്യമായൊരു കണക്ക് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കിട്ടാം. അതുപോലെ പാലങ്ങളുണ്ട്, വൈഡറ്റ് പാലമുണ്ട്, ചെറിയ പാലമുണ്ട്, വലിയ പാലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിമൊക്കെ മണ്ണ് അത്യാവശ്യമാണ്. ഈ പാലത്തിമൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ മണ്ണ് വേണം. എന്താ മിനിമം ഒരു 30 എണ്ണം കൂടിയിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു ഏകദേശം കണക്ക്. ഓർമ്മയില്ലാട്ടോ. അവിടുന്ന് മുതൽ അതായത് കാപ്പിരിക്കാവ് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരുപാടെണ്ണം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പം നിലവിൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നവർക്ക് അവിടുന്ന് പുതിയ റോട്ടിൽ കൂടെ വണ്ടി വരുന്നതാണ് കേട്ടോ. ചാവക്കാട് തൃപ്രയാർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ സർവീസ് റോട്ടിൽ കൂടെ ആണ് പോണത്. ശരിക്കും ഈ റോട്ടിൽ കൂടെ കേട്ടോ മതിലകം ബൈപ്പാസ് വഴി ഇറങ്ങേണ്ടത്. ആ റോട്ടിൽ കൂടെ ഒന്നും കൊടുങ്ങല്ലൂർ വരുന്നവരെ തിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെതാ വീണ്ടും ഒരു അടിപ്പാത കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ അടിപ്പാത വരുമ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് അറിയാൻ പറ്റും. 1 കിലോമീറ്റർ ദൂരം തന്നെ മണ്ണിട്ടൊന്നും പോണേ. ഹൈറ്റാക്കിയിട്ട് വലിയ പാലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹൈറ്റാക്കണം. ഏകദേശം 2 നിലയുടെ ഹൈറ്റൊക്കെ വരും കേട്ടോ. അത്ര ദൂരത്തിൽ മണ്ണിടണം. കണ്ടില്ലേ, ഇവിടെ തുടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടത്തെ വർക്ക് ഞാൻ അതൊക്കെ ഇറങ്ങിയിട്ട് കുറവായിട്ടാണ്. ഇവിടും അത്യാവശ്യം മണ്ണിടണം. ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു അണ്ടർപാസ്സാണ് കഴിഞ്ഞത്. ഇനി ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ പോയാൽ മതിലകം പാലത്തിൻ്റെ മേലേക്ക് മുട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 1 കിലോമീറ്റർ പോയാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങും. എന്നിട്ട് മതിലകം ബൈപ്പാസിൻ്റെ മേലേക്ക് മുട്ടിക്കും. പാലത്തിന് മേലേക്കാണ് കയറുക കേട്ടോ. വീണ്ടും മണ്ണിട്ടിട്ട് വീണ്ടും ഹൈറ്റ് ആക്കണം. അതാണ് പറഞ്ഞ് മണ്ണിന് ഒരുപാട് ആവശ്യമുണ്ട്. ഇവിടെ ഇനി മണ്ണിട്ടിട്ട് ഹൈറ്റാക്കി ഈ ഭാഗത്ത് ഇറങ്ങും. എന്നിട്ട് തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ അടുത്ത കണ്ട ദൂരെ നമുക്ക് ചിലപ്പോൾ കാണാണ്ടെന്ന് അറിയില്ല. ആദ്യം നമുക്ക് മുട്ടി കിട്ടാം കൊടുങ്ങല്ലൂർ. അങ്ങനെ കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് പോകാനുള്ളവർക്കൊക്കെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോവുക, എറണാകുളം ഭാഗത്തേക്ക് നേരെ പോവുക. ആ കാണുന്ന പാലത്തിൽ നമുക്ക് കണ്ടില്ലേ മുട്ടിക്കണം. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് കയറും കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു അണ്ടർപാസൊക്കെ കഴിഞ്ഞ് മണ്ണെടുത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ഇനി ഇതിമുക്കുള്ള മണ്ണിട്ട് ഉയർത്തണം. ഇത് നല്ല ഹൈറ്റുള്ള കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ മണ്ണിടണം. ഒന്നും ഹൈറ്റില്ല. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് പാലം തുടങ്ങുന്നത്. ഈ സ്ഥലമൊക്കെ എല്ലാവർക്കും അറിഞ്ഞ് വിചാരിക്കുന്നു. മതിലകം ടൗൺ ആട്ടത്. ടൗൺ എന്ന് വെച്ചാൽ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ടൗണിലേക്ക് എത്തുക. അപ്പോൾ നേരെ പാലത്തിന് മേലേക്ക് പോകുന്നവർ കയറുകയാണെങ്കിൽ നേരെ എറണാകുളം. ലെഫ്റ്റ് അടിച്ച് പോയാൽ അതുപോലെ കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് പോവാം. അമ്പലമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യത്തെ പള്ളിയൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. മുസ്ലിം പള്ളി, ആദ്യത്തെ പള്ളി എന്നൊക്കെ പറയപ്പെടുന്ന പള്ളിയുള്ള സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ പോകണവർക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഇത് ഒരു ചെറിയ പാലമാണ്. ഏകദേശം ഒരു
200 മീറ്ററൊക്കെ ഉണ്ടാവും വിചാരിക്കും കേട്ടോ. 200-250 മീറ്റർ ഉള്ള ഒരു പാലമാണ് ഈ പാലം. ഇനി അപ്പുറത്തെ പാലത്തേക്ക് ഇതേപോലെ മണ്ണിട്ട് ഉയർത്തണം. ഞാൻ പറയാനിത് ശരിക്കും അത് കുറച്ച് ഗ്യാപ്പ് കണ്ട, ഈ പാലം മുതൽ ആ പാലം വരെ കണ്ട ഏകദേശം ഒരു അതൊരു 200 മീറ്റർ 250 മീറ്റർ ഉണ്ടാവും. അതാ അങ്ങനെ പാലമാക്കി മുട്ടിച്ചാൽ മതി. ഇനി ഈ ഭാഗത്ത് എത്ര മണ്ണിടാനൊക്കെ നോക്കിയേ, ഈ പാലം മുതൽ ആ പാലത്തിൽ മുട്ടിക്കണം. അപ്പം എത്ര മണ്ണ് വേണ്ടി വരും. അതിനൊക്കെ നല്ലത് അങ്ങോട്ട് ഒറ്റ പാലം ഉണ്ടാക്കിയാൽ മതിയെന്ന് എൻ്റെ ഒരു ഇത് പറയട്ടെ. അവർ ലാഭം നോക്കിയിട്ടുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഈ പാലം മുതൽ ആ പാലത്തിൽ നമുക്ക് മണ്ണിട്ട് ഹൈറ്റാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. മണ്ണടിച്ചിട്ട് ലെവലാക്കണമെങ്കിൽ ഒരു 250-300 മീറ്റർ ഉണ്ടാവും. ആ 300 മീറ്റർ ഇതേപോലത്തെ പാലാണെങ്കിൽ ജോയിൻ്റായി. പക്ഷെ അതിൻ്റെ പകരം അവർ മണ്ണിട്ടിട്ട് ഹൈറ്റാക്കുകയാണ്. അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയിട്ടാണ്. കൊടുങ്ങല്ലൂർ ലെഫ്റ്റ് അടിച്ച് പോകണവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. ഇവിടെ നല്ല ചെളിയും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല തിരക്ക്, ബാക്കിന് ഫോൺ അടിക്കണ് വണ്ടി. അപ്പോൾ ഫോൺ കൈ പിടിച്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇത് മഴ പെയ്ത വെള്ളമല്ല, അവർ പൊടി പാറാണ്ടിരിക്കാൻ നനച്ച വെള്ളമാണ്. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞില്ല, ആ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് മുന്നോട്ട് പോയിട്ട് അവിടെ നല്ല തിരക്ക്, വണ്ടി പീ ചൊല്ലിയിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇറങ്ങി നിൽക്കാൻ, വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അപ്പോൾ തരി മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ചട്ടത്. പാലം ഇറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. നേരെ എവിടെ തൊടാതെ എറണാകുളം പോവുക. പിന്നെ നമുക്കൊരു പുഴ കിട്ടും. ആ പുഴ വരെയാണ് ശിവാലയുടെ വർക്കുള്ളത്. അതിപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല. അപ്പുറത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, കൊടുങ്ങല്ലൂർ തന്നെ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോസ് കാണിച്ചു തരാം. ഈ വീഡിയോസ് ആയാൽ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്.